തിരിച്ചുവരവെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അരുൺ എന്നുള്ള പേര് പറയുമ്പോൾ എല്ലാവരും ഒളിമ്പ്യൻ ആന്റണി യാദവ്, ഒളിമ്പ്യൻ എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും അന്നോട്ട് ഇന്ന് വരെയും പരിചയപ്പെടുന്നത്. അപ്പൊ ഇനിയും എനിക്ക് തോന്നുന്നു ആ ഒരു ഷെല്ലങ്ങ് ബ്രേക്ക് ചെയ്യുന്നു തോന്നുന്നല്ലേ. ഇപ്പൊ മറ്റേ ഹൈഡ്രോഫോളിക് കുട്ടേട്ടനുണ്ട്, മനൂപി സദാശിവൻ. അതെ, ഈ ഷെല്ല് ബ്രേക്ക് ചെയ്യാൻ കുറെ പാടുപെട്ടല്ലേ. നമ്മളിപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ചെയ്ത ഒളിമ്പ്യൻ എന്നുള്ള ക്യാരക്ടർ അത്രയും പവർഫുൾ ആയതുകൊണ്ടാണ് അതിൽ തന്നെ നിൽക്കുന്നത്. അതിനുശേഷവും ഞാൻ ഒരുപാട് സിനിമ ചെയ്തു, ഇഷ്ടംപോലെ സിനിമ നായകനായിട്ട്, എന്നാലും ഒളിമ്പ്യനാണ്. ഇപ്പൊ പിന്നെ വാഴയിൽ വന്നപ്പോ കുറെയൊക്കെ കുട്ടേട്ടനായി. ഈ വാഴ ടീം വിപിൻ ദാസുമായിട്ടുള്ള സൗഹൃദം എങ്ങനെ? കാരണം മുത്തുഗൌല് ഉണ്ട്, വ്യസന സമയത്തിലുണ്ട്. ഈ ഒരു സൗഹൃദം എങ്ങനെയാ? നേരത്തെ തന്നെ അറിയുന്ന ടീമാണ്. വിപിൻ ചേട്ടന് ഞാനും സെക്കൻഡ് കസിൻസ് ആയിട്ട് വരും. അപ്പം പുള്ളി ആദ്യകാലത്ത് സിനിമ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പുള്ളിയുടെ മനസ്സിൽ വന്ന സമയം തൊട്ട് ഞാനുമായിട്ടാണ് അന്നോട്ടേ സംസാരിക്കുന്നതും ഡിസ്കഷൻ എല്ലാം വന്നത്. നമ്മൾ അതിന് മുമ്പ് 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. വിപിൻ ചേട്ടൻ ഡയറക്ട് ചെയ്ത 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഞാനായിരുന്നു ഹീറോ, മറ്റൊന്നിൽ അജു ചേട്ടനായിരുന്നു ഹീറോ ആയിട്ട് വർക്ക് ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ മുത്തുഗൌലേക്ക് എത്തിയതും. അങ്ങനെ ആ ഒരു ജേർണി ഇപ്പോഴും റിലേറ്റീവ്സ് കം കോ വർക്കേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു സിനിമ ഭയങ്കര കണക്റ്റഡ് ആയ ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ റിലേഷൻ വെച്ചിട്ടല്ല, സിനിമയായിരുന്നു നമ്മളെ കണക്ട് ചെയ്തത്. സിനിമയാണ് കണക്ട് ചെയ്തത്. ഒളിമ്പ്യൻ ആന്റണി ആദെന്ന് പറഞ്ഞ് എല്ലാവരും പരിചയപ്പെടുത്തുന്നു. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മൂവിയുടെ ഒരു ലിസ്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകൾക്കും ഇടയ്ക്ക് കൃത്യമായൊരു ഇടവേളകൾ വരുന്നത് കാണാറുണ്ട്. 1 വർഷം അല്ലെങ്കിൽ ചിലത് 2 വർഷം 3 വർഷം വരെ ഉണ്ട്. അല്ലെന്ന് ചിലപ്പോൾ റിലീസ് ആവുന്ന താമസിച്ചായിരിക്കാം. ഒരു കണ്ടിന്യൂസ്ലി സിനിമ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് വരുന്ന ഒരു ബ്രേക്കുകൾ സംഭവിക്കുന്ന റീസൺ. ഞാൻ ഏകദേശം ഒരു 10-60 സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വർഷത്തിലൊരു 2 പടം മിനിമം ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ സിനിമ വിട്ട് മാറി നിൽക്കുക, എനിക്ക് തോന്നുന്നു 1 വർഷം എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അത് 1-2 വർഷം സ്റ്റഡീസ് കാര്യങ്ങളായിട്ടും നല്ല എനിക്ക് കൺവിൻസിങ് ആവാത്ത എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് വരാത്തതുകൊണ്ട്, കൺവിൻസ് ആവുന്ന പ്രോജക്റ്റ് വരാത്തത് കൊണ്ടൊക്കെ മാറിയിട്ടുണ്ടാവും. അതിൽ കൂടുതലൊന്നും ഞാൻ അങ്ങനെ ബ്രേക്ക് എടുത്തില്ല സത്യം. എപ്പോഴും കണ്ടിന്യൂസ്ലി സിനിമ വന്നിട്ടുണ്ടല്ലേ? ശരിക്കും ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ള ചൈൽഡ് ആർട്ടിസ്റ്റ് വിനീത് കുമാർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുണ്ട്. ഇവർക്ക് ആ ഒരു മാസ്റ്റർ എന്നുള്ളൊരു പേര് ബ്രേക്ക് ചെയ്ത്, ചൈൽഡ് ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പേര് ബ്രേക്ക് ചെയ്ത് ഒരു നായകനാവുക, അല്ലെന്നുണ്ടെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറിലേക്ക് എത്തുക എന്നുള്ള ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോഴും മാസ്റ്റർ എന്നുള്ള പേരില്ല, അയ്യോ ആ കുട്ടിയല്ലേ, ആ ഒരു ഇമേജ് ആളുകളുടെ മനസ്സിൽ നിന്ന് പോകില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? അത് മാസ്റ്റർ എന്നല്ല, മിക്കവാറും ഉള്ള കുറെ ആക്ടേഴ്സിനെ നമ്മൾ നോക്കിയറിയാം. അവര് ഒരു ഇപ്പൊ ഒളിമ്പ്യൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കാണുന്നത്, എല്ലാവരും പറഞ്ഞതറിയവും ഞാൻ കാണുന്നതും അത് എനിക്ക് ഭയങ്കര ഒരു ക്യാരക്ടറായിട്ടാണ്. കാരണം ആൾക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ സിനിമയിലെ ഏറ്റവും കീ എലിമെന്റ്, ആ സിനിമ കണ്ട ആൾക്കാർക്ക് ആരും മറക്കാത്തൊരു ക്യാരക്ടർ. ഇതേപോലെ നമ്മളിപ്പം ഈ പ്രായത്തിലാണ് ഞാൻ അതേപോലെ ഒരു ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്തെങ്കിലും ആ ക്യാരക്ടർ വെച്ചായിരിക്കും നമ്മൾ കുറെ കാലം അറിയപ്പെടുന്നത്. നമ്മൾ ഇനി എത്ര സിനിമ ചെയ്താലും അത് ആ ക്യാരക്ടറിന്റെ ഒരു പവറാണ്. അത് എനിക്ക് ആ ഒളിമ്പ്യനിൽ അത് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ അതേപോലത്തെ ഒരു സംഭവം പിന്നെ വരണം, ആൾക്കാർ ഭയങ്കരമായി നോട്ടീസ് ചെയ്യുന്നത്, അത് കുറച്ച് പാടാണ്. ഇതേപോലെ ഇപ്പം വാഴ കിട്ടിയത് കൊണ്ട് വാഴയിൽ കുട്ടേട്ടന്റെ ക്യാരക്ടർ നോട്ടീസ് ചെയ്തതും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ കുറെ ക്യാരക്ടേഴ്സിന്റെ ഇടയിൽ നമ്മൾ നോട്ടീസ് ചെയ്തതും അതിലൊരു സംഭവമായി. ഈ അത് ഓഫ്കോഴ്സ് പ്രൗഡ് മൂവ്മെന്റ് ആണ്. പക്ഷെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇത്രയും പടം ചെയ്ത നായകനായി, എന്നിട്ട് എപ്പോഴും പണ്ട് കുഞ്ഞിലെ ചെയ്ത ഒളിമ്പ്യന്റെ പേരിൽ വരുന്നു, അതൊന്ന് ബ്രേക്ക് ചെയ്യാം, അങ്ങനെ ഒരു തോന്നൽ എപ്പോഴും വന്നിട്ടുണ്ടോ? ഹീറോ വരെ ആയല്ലോ, ഹീറോ വരെ ചെയ്തായിരുന്നു. അങ്ങനെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു തോന്നലില്ല. അയ്യോ അതിന്റെ പേര് തന്നെയല്ലോ ഇപ്പോഴും അറിയുന്നതെന്നുള്ളതില്ല. പക്ഷെ എനിക്ക് ഈ എലിമെന്റ് അറിയാം. കാരണം നമുക്ക് അതിൽ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്ന് നോട്ടീസ് ചെയ്യുന്ന വലുത് ഒരു ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇത്രയും കാലവും. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചെയ്യുമ്പോഴും കുറച്ച് നല്ല രീതിയിൽ ആൾക്കാർ മറക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും മനസ്സിലുണ്ടാവുന്ന ഒരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒളിമ്പ്യന് ശേഷം വാഴ വരെ, ഇനിയിപ്പോ വാഴ ഒരു ബെഞ്ച് മാർക്കായിട്ട് അവിടെ നിൽക്കുന്നു. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരിക്കും? ചിലപ്പോൾ ഞാൻ നേരെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ വാഴയിലൊരു ഡിഫറെന്റ് ക്യാരക്ടറാണ് ഞാൻ ഇതുവരെ ചെയ്തതിലല്ല. അതേപോലെ തന്നെയാണ് തൊട്ടുമുമ്പ് ചെയ്ത വ്യസന സമയത്തോ, അതിലും വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഇതേപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളതാണ്. എനിക്കിനി പഴയതുപോലത്തെ മറ്റേ അയ്യോ പാവം അല്ലെങ്കിൽ വീട്ടിലെ നല്ല പയ്യൻ എന്നുള്ള ഇതൊന്നും എനിക്ക് ചെയ്തു കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വെബ് സീരീസ് ചെയ്തായിരുന്നു. അതിന്റെ പേര് ആങ്സൈറ്റി അശോക് എന്നാണ്. ഇതിൽ അശോകാണ് ഞാൻ. അതെ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതേപോലെ നമുക്ക് ചെയ്യാം. ഇല്ല, അതിപ്പം ഷൂട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാര്യങ്ങളൊന്നും ഫൈനൽ ആക്കിയിട്ടില്ല, അതൊന്നും എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല.
നല്ല പേര്. അശോക്. അതെ അതെ. ഇപ്പം അതിനെപ്പറ്റി ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻസ് ഒക്കെ വേണ്ടി വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കില്ല ഈ പേര് കേട്ടിട്ട് എനിക്ക് ഫീൽ അതെ ചെയ്തിട്ടുണ്ട്. അതെ അതെ. കുറെ അത്യാവശ്യം പണിയെടുത്തു. പണിയെടുത്തിട്ട് ഈ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി സംസാരിച്ചിട്ടൊക്കെയാണോ അതെയോ? ഡോക്ടേഴ്സിന്റെ അടുത്ത് അങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാൻ കുറെ നമുക്കിപ്പോ അങ്ങനെ അല്ലല്ലോ, നമുക്കെല്ലാം ഫോണിൽ കിട്ടുമല്ലോ. കിട്ടും. കുറെ കാര്യങ്ങൾ റെഫർ ചെയ്തു. പിന്നെ നമ്മൾ ലൈഫിൽ എവിടെയെങ്കിലും ആങ്സൈറ്റി എപ്പോഴെങ്കിലും ഓ, 100% ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ. അപ്പൊ അതെല്ലാം കൂടെ വെച്ചിട്ടൊരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു വാഴക്കകത്ത് ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടിയ ഒരു ഡയലോഗാണ് അൽഫോൺസ് പുത്രന്റെ അടുത്ത് പറയുന്നത്, സാറിന് ആള് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. ആ ഒരു കോമ്പിനേഷൻ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും അഭിനയത്തിലേക്കുള്ള വലിയൊരു എൻട്രി എന്നൊക്കെ പറയും. ഇതിന് മുന്നേയും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇത് പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നതെന്ന് ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനും പുള്ളിയും ഭയങ്കര കമ്പനിയായിരുന്നു. ആ സമയത്ത് പുള്ളി പെട്ടെന്ന് ടെൻഷനാവും. ചെറിയ ഷൂട്ട് പുള്ളി എനിക്കല്ല, പുള്ളി പെട്ടെന്ന് ടെൻഷനാവും. കാരണം ഒന്നാമത് ഷൂട്ട് ചെയ്യുന്ന ഇത്രയും ഡയലോഗ്സ് ഉണ്ട്, വലിയ ഡയലോഗ് ഒരുപാട് പറയണം. 17 മിനിറ്റ് 10-12 മിനിറ്റ് എന്തോ ഉണ്ട് ആ സീൻ. അതിനെ പിന്നെ ബ്രേക്ക് ചെയ്തിട്ടാണ് അവിടെ ഇവിടെയൊക്കെ പോയിട്ടത്. അപ്പൊ അത്രേ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ മിക്കവാറും ഞാനുമായിട്ടാണ് പുള്ളി എപ്പോഴും ഇരുന്ന് സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ പണ്ട് പ്രേമമൊക്കെ ഇടിച്ചു കയറി ടിക്കറ്റ് കിട്ടാതെ വേറെ നാട്ടിലൊക്കെ പോയിരുന്ന് കണ്ടതാ. അപ്പൊ പുള്ളിയായിട്ട് ഇത്രയും ഇന്റിമേറ്റ് ആയി. ഇപ്പൊ ഞാൻ പടം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോഴും പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. പുള്ളി പല പടങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെയ്തെങ്കിലും പുള്ളി ഇതില് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പടവും ഈ രീതിയിൽ എത്തിയപ്പോ പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട്. എനിക്ക് ലാസ്റ്റ് 2 ഹിറ്റ് പടങ്ങളിലും പുള്ളിയുടെ സാന്നിധ്യമുണ്ട്. സർവമായ അതെ അതെ ഇതിലുണ്ട്. 200 കോടിയാ. ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് 200 കോടി കളക്ട് ചെയ്തു എന്നൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഇന്നിപ്പം വന്നത് കേരളത്തിൽ നിന്ന് മാത്രം 100 crores കളക്ട് ചെയ്തു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം. നിങ്ങളുടെ ഒരു ടീം എങ്ങനെ ഇത് അറിയൂ ഇത്രയും പോകുന്ന നിങ്ങൾക്ക് ഹിറ്റ് ആവും അറിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഹിറ്റ് ആവും അറിയായിരുന്നു. കാരണം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചതാ, ഫുൾ വായിച്ചതാ. എനിക്ക് സംഭവം വർക്കാണ്, സംഭവം ഹിറ്റാണെന്നുള്ള കാര്യം കൺഫേം ആയിരുന്നു. പിന്നെ ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ വിപിൻ ചേട്ടൻ്റെ അടുത്ത് അതൊന്നും നോക്കണ്ട, പരിപാടിയും കയറും, സംഭവം സെറ്റാണ് എന്നൊക്കെ പറയും. എന്നിട്ട് അപ്പോഴും പറയും വിനായകനും ബിജുക്കുട്ടൻ ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കാവും. പുള്ളിക്ക് അത് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങളായിരുന്നു. അല്ല പുള്ളി പറഞ്ഞ എല്ലാ കാര്യവും ലിറ്ററലി തിയേറ്ററിൽ വന്നപ്പോൾ അത് വർക്കാണ്. നേരത്തെ ഹിറ്റാണെന്ന് അറിയായിരുന്നു, ഉറപ്പായിട്ട് ഹിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഇത്രയും രീതിയിൽ അക്സെപ്റ്റൻസ് വരുമെന്നും തിയേറ്ററിൽ 3-4 പ്രാവശ്യം തിയേറ്ററിൽ ഒരാൾ പോയി സിനിമ കാണും എന്നുള്ളതൊന്നും പ്രതീക്ഷിതയില്ല. നമ്മൾ കണ്ണ് നിറഞ്ഞിട്ടൊക്കെയാണ് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും പോകുന്നത്. വാഴ 3 അനൗൺസ് ചെയ്തു. എപ്പോഴെങ്കിലും കുട്ടേട്ടനൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? കുട്ടേട്ടന് യുവാക്കൾക്കിടയിൽ വിപിൻ ചേട്ടൻ തന്നെ പറഞ്ഞു അതിന്റെ കഥയോ ഒന്നും ആയിട്ടില്ല, ഒരു കോൺസെപ്റ്റും ഒരു ഐഡിയ മാത്രമാണ്. ഇപ്പം അതിന് ബാക്കി പരിപാടികൾ എഴുതണം. വിശ്വൻ എന്ന് പറഞ്ഞ വിപിൻ ചേട്ടൻ തന്നെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വിശ്വനാണ് ഡയറക്ടർ. എനിക്ക് തോന്നുന്നു വാഴ 1ഉം 2ഉം ഒക്കെ ആളുടെ അസിസ്റ്റൻസ് ചെയ്തത്. അല്ല 1 ചെയ്തത് അസിസ്റ്റന്റ് അല്ല, ആനന്ദ് വേറെ ആളാണ്. സവിൻ വിപിൻ ചേട്ടൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത ആളാണ്. അതിനുശേഷം ഇപ്പം ചെയ്യുന്നതും പുള്ളിയുടെ റൈറ്റിങ്ങും ഡയറക്ഷനിലും അസിസ്റ്റ് ചെയ്ത വിശ്വനാണ് ചെയ്യുന്നത്.